പ്രബുദ്ധ മലയാളികളെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? അതാ വയനാട്ടുകാർക്ക് മഹാ സൗഭാഗ്യമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം വയനാടിനെ പ്രതിനിധീകരിച്ച് രാഹുൽ ഗാന്ധി ആയിരുന്നു MP ആയത് എങ്കിൽ ഇതാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയാണ്. വയനാട്ടുകാർക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി എന്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കൂ. മറ്റ് ജില്ലക്കാർക്ക് അസൂയുണ്ടാവും. നോക്കൂ, ഒരു കലണ്ടർ, മനോഹരമായ ഒരു കലണ്ടറാണ് പ്രിയങ്ക വയനാട്ടുകാർക്കായി സമ്മാനിച്ചിരിക്കുന്നത്. തൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി 5 വർഷവും ആ വയനാട്ടിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ പോയി ഓരോ ഫോട്ടോയും മറ്റുമൊക്കെ എടുത്തിരുന്നു. പൊറോട്ട തിന്നുന്നതും ഉണ്ടമ്പരി തിന്നുന്നതും മണ്ട തിന്നുന്നതുമായിട്ടുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കാം. അതൊക്കെ ഒരു കലണ്ടർ രൂപത്തിൽ അച്ചടിച്ചിറക്കിയിരിക്കുകയാണ്. ഉളുപ്പില്ലാത്ത കുറച്ച് കോൺഗ്രസ്സുകാർ ഇളിച്ചുകൊണ്ട് അതും പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ പഴയ ബീഹാറിൽ, പുതിയ ബീഹാറിനെ പറ്റിയൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവർ വണ്ടി പിടിച്ച് വന്ന് തല്ലിയിട്ട് പോകും. പഴയ ബീഹാറിൽ പോലും കാണാത്ത ഉണ്ണാക്കന്മാരായിട്ടുള്ള കുറേ എണ്ണമായിരിക്കാം അവിടെ ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ 2025 പോലും ഇതുപോലൊരു പ്രഹസനം ഇവർ കാണിക്കുന്നത്. ഒരു MP പണിയാണ്, MP ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ്. മുൻഗാമിയായ MP, അതായത് തൻ്റെ സഹോദരൻ, വയനാട്ടിലെ പലയിടത്തും പോയി ഫോട്ടോ എടുത്ത ആ ഫോട്ടോ എല്ലാം കൂടെ ഒരു കലണ്ടറാക്കി അടിച്ചിറക്കി കൊടുത്തിട്ട് ഇത്രയും കുറേ ഉണ്ണാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് വലിയ മാധ്യമ പ്രചരണം നടത്തിയിരിക്കുന്നു. ഒരു കലണ്ടർ, MP ഉത്തരവാദിത്വമാണത്രേ കലണ്ടർ എടുത്ത് കൊടുക്കുന്നത്. നാണമുണ്ടോ ഇവർ? ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അടിമകളെ പോലെ കിടന്ന് നിരങ്ങുന്ന കുറച്ച് കൂട്ടരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലാതെ പ്രിയങ്ക ഗാന്ധിയെ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നതിനെപ്പറ്റി അവർക്ക് ഉത്തരമില്ല. ഒരു കലണ്ടർ കൊടുക്കുകയാണ് അത്രേ ചെയ്യുന്നത്. കലണ്ടർ 10-40 രൂപയുടെ കലണ്ടറാണ് ജനങ്ങൾക്ക് അവർ ഈ കാലത്തിനിടയ്ക്ക് കൊടുത്ത എന്താ പറയുക, അവരുടെ സേവനം. അത് ഉളുപ്പില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നോക്കൂ. അയാളുടെ ഷട്ടിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ഈ കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കലണ്ടറിലൊക്കെ ഡിസംബർ 24 കഴിഞ്ഞാണ് ക്രിസ്മസ് എങ്കിൽ ഇതിൽ കൃത്യം ഡിസംബർ 25-നാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ ഈ മാസപ്പിറവി കാണുന്നതിനെ പറ്റിയുള്ള തീയതി മറ്റുമൊക്കെ ഇതിലറിയാം. പിന്നെ ഓണത്തിനെ പറ്റിയുള്ള തീയതിയൊക്കെ അറിയാം. മറ്റ് കലണ്ടറിൽ അതുണ്ടോയെന്നറിയില്ല. പ്രിയങ്ക കൊടുക്കുന്ന കലണ്ടറിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ കാണും. അതാണ് ആ കലണ്ടറിൻ്റെ പ്രത്യേകത. ദോഷം പറയാൻ പറ്റില്ലല്ലോ. തൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി എത്രയോ കഷ്ടപ്പെട്ട് പല സ്ഥലത്ത് പോയി എടുത്ത ഫോട്ടോസാണ് ഒരു കലണ്ടർ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ പഴയ ബീഹാർ, പഴയ UP-യിലെ ആളുകളെ പറ്റിക്കുന്ന പോലെ ഇങ്ങ് കേരളത്തിലെ, പ്രബുദ്ധ കേരളത്തിലെ വയനാട് പോലുള്ള സ്ഥലത്തെ ആളുകളെയും പറ്റിക്കാൻ പറ്റും എന്ന് അവർ ഈ 2025-ലും തെളിയിക്കുകയാണ്. പ്രബുദ്ധർക്കൊക്കെ ഇത്രയും പോരെ, ആഹ്ലാദിപ്പിൻ. അതാ പ്രിയങ്ക ഗാന്ധി വയനാട്ടുകാർക്ക് മനോഹരമായ കലണ്ടർ കൊടുത്തിരിക്കുന്നു. ബാക്കി ജില്ലക്കാരെ ഇത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല.